Hi everyone. Electrician second yearsന്റെ തിയറി പേപ്പറിൽ കൺട്രോൾ പാനൽ വയറിംഗ് എന്ന ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൺട്രോൾ പാനൽ വയറിങ്ങിനകത്ത് തന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു കൺട്രോൾ പാനൽ വയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ അതിന് വേണ്ട കൺട്രോൾ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, നമ്മളൊരു കൺട്രോൾ പാനൽ വയറിങ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന കൺട്രോൾ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, പാനൽ ബോർഡും ഒരു സ്വിച്ച് ബോർഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് പാനൽ ബോർഡ് എന്ന് പറഞ്ഞാൽ? എ ഗ്രൂപ്പ് ഓഫ് പാനൽ യൂണിറ്റ്സ് ആസ് സിംഗിൾ പാനൽ ദാറ്റ് ഇൻക്ലൂഡ്സ് ബസ് ബാർസ്, പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ആൻഡ് കൺട്രോൾ സ്വിച്ചസ്, ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് മോർ സ്ട്രാറ്റേഴ്സ് എക്സെട്ര. അതായത് പാനൽ ബോർഡ് എന്ന് പറയുമ്പം എ ഗ്രൂപ്പ് ഓഫ് പാനൽ യൂണിറ്റ്സ് ആണ്. കുറേ പാനൽ യൂണിറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യുക, ഒരു സിംഗിൾ പാനലായിട്ട് അത് ആക്ട് ചെയ്യും. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ബസ് ബാർ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ഉണ്ടായിരിക്കും, കൺട്രോൾ സ്വിച്ചസ് ഉണ്ടാവും, ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാവും, പിന്നെ സ്റ്റാർട്ടേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. സ്വിച്ച് ബോർഡ് ആണെങ്കിലോ ഇറ്റ്സ് എ ലാർജ് സിഗ്നൽ പാനൽ ഓർ ഫ്രെയിം ഓർ അസംബ്ലി ഓഫ് സ്വിച്ച് ഗിയേഴ്സ് വിത്ത് ഓർ വിത്തൗട്ട് ഇൻസ്ട്രുമെൻറ്റ്സ്. സ്വിച്ച് ബോർഡിനകത്ത് അതായത് ഒരു ലാർജ് സിംഗിൾ പാനലാണ്, മറ്റേതൊരു ഗ്രൂപ്പ് ഓഫ് പാനൽ യൂണിറ്റ്സ് ആയിരുന്നു. സ്വിച്ച് ബോർഡ് എന്ന് പറയുമ്പം ഒരു ലാർജ് സിംഗിൾ പാനലാണ്, ഒരൊറ്റ പാനലാണത്. അല്ലെങ്കിൽ ഒരു ഫ്രെയിം, അല്ലെങ്കിൽ ഒരു അസംബ്ലി ഓഫ് സ്വിച്ച് ഗിയേഴ്സ്. സോറി, സ്വിച്ച് ഗിയേഴ്സിൻ്റെ ഒരു അസംബ്ലിനെയാണ് നമ്മൾ ലാർജ് സിംഗിൾ പാനലായിട്ടുള്ള സ്വിച്ച് ബോർഡ് എന്ന് വിളിക്കുന്നത്. വിത്ത് ഓർ വിത്തൗട്ട് ഇൻസ്ട്രുമെൻറ്റ്സ്, അവിടെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാവാതിരിക്കുകയും ചെയ്യാം. പിന്നെ പാനൽ ബോർഡ് ആണെങ്കിൽ ദ ഇൻറ്റീരിയർ ആർ ഡിസൈൻഡ് ടു പ്ലേസ് ദ ആക്സസറീസ് ആൻഡ് വയേഴ്സ് ഇൻ എ ക്യാബിനറ്റ്. ക്യാബിനറ്റിൻ്റെ അകത്താണ് അവിടെ വയറും ആക്സസറീസും എല്ലാം വെക്കുന്നത്. ആ രീതിയിലാണ് ഏത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? പാനൽ ബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ഡോർ ഉണ്ടാവും, അത് തുറന്നു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ആക്സസറീസും വയേഴ്സും എല്ലാം ഇൻറ്റീരിയറിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സ്വിച്ച് ബോർഡ് ആണെങ്കിലോ ഇറ്റ്സ് നോട്ട് ഇൻറ്റൻഡഡ് ടു ബി ഇൻസ്റ്റാൾഡ് ഇൻ ദ ക്യാബിനറ്റ്. ക്യാബിനറ്റിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ടല്ല അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്യാബിനറ്റിൻ്റെ അകത്ത് വെക്കുന്ന രീതിയിലല്ല അത് ഡിസൈൻ ചെയ്യുന്നത്. പാനൽ ബോർഡ് ആണെങ്കിൽ ആക്സസിബിൾ ഓൺലി ഫ്രം ദ ഫ്രണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാത്രമേ നമുക്ക് പാനൽ ബോർഡ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഡോർ തുറന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ മാത്രമാണ് പാനൽ ബോർഡ് വെച്ചിട്ടുണ്ടാവുക. സ്വിച്ച് ബോർഡ് ആണെങ്കിൽ അങ്ങനെയല്ല. ഇറ്റ് ക്യാൻ ബി ആക്സസിബിൾ ഫ്രം ദ റിയർ ആസ് വെൽ ആസ് ഫ്രം ദ ഫ്രണ്ട്. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ഒരുപാട് അത് നമുക്ക് ആക്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യാവുന്ന, ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് സ്വിച്ച് ബോർഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ്, കൺട്രോൾ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു കൺട്രോൾ പാനലിൽ വരുന്ന കൺട്രോൾ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഐസൊലേറ്റിംഗ് സ്വിച്ച്. ഇറ്റ്സ് എ മാനുവലി ഓപ്പറേറ്റഡ് മെക്കാനിക്കൽ സ്വിച്ച്. നമ്മൾ മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ സ്വിച്ചാണ് ഇത് ഐസൊലേറ്റിംഗ് സ്വിച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഐസൊലേറ്റ്സ് ഓർ ഡിസ്കണക്ട്സ് ദ സർക്യൂട്ട് വിച്ച് ആർ കണക്റ്റഡ് വിത്ത് ഇറ്റ് ഫ്രം ദ സപ്ലൈ സിസ്റ്റം വെൻ റിക്വയർഡ്. സപ്ലൈ സിസ്റ്റത്തുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഏതെങ്കിലും എക്യുപ്മെൻറ്റ്സിനെ അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിനെ ഐസൊലേറ്റ് ചെയ്യുക. സപ്ലൈയിൽ നിന്നും നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് സപ്ലൈയിൽ നിന്നും അതിനെ ഐസൊലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുക? ഐസൊലേറ്റിംഗ് സ്വിച്ച് യൂസ് ചെയ്യുക. ഇറ്റ് നോർമലി ഓപ്പറേറ്റഡ് അറ്റ് ഓഫ് ലോഡ് കണ്ടീഷൻ. സാധാരണയായിട്ട് ഐസൊലേറ്റിംഗ് സ്വിച്ച് ഓഫ് ലോഡ് കണ്ടീഷൻസിലാണ് വർക്ക് ചെയ്യാറുള്ളത്. ഓണായിട്ട്, അതായത് ലോഡ് കണക്ട് ചെയ്തിട്ടുള്ള സമയത്ത് അത് വർക്ക് ചെയ്യില്ല. ലോഡ് ഓഫ് ചെയ്തിട്ടാണ് ഐസൊലേറ്റിംഗ് സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുക. എന്തെങ്കിലും നമുക്ക് റിപ്പയറിങ്ങോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ലോഡിനെ അങ്ങ് ആദ്യം ഓഫ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് എക്സ്ട്രാ ലോഡൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഐസൊലേറ്റിംഗ് സ്വിച്ച് വെച്ച് അതിനെ അങ്ങോട്ട് മൊത്തം ഐസൊലേറ്റ് ചെയ്തിട്ടാണ് പിന്നെ അതിൽ റിപ്പയറിങ്ങോ മെയിൻ്റനൻസോ ഒക്കെ ചെയ്യുക. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് കറണ്ട് വോൾട്ടേജ് റേറ്റിംഗ് ആൻഡ് സൈസ്. അതായത് ഡിഫറെൻറ്റ് കറണ്ട് റേറ്റിങ്ങിലും വോൾട്ടേജ് റേറ്റിങ്ങിലും സൈസിലും ഒക്കെ ഐസൊലേറ്റിംഗ് സ്വിച്ച് അവൈലബിൾ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പുഷ് ബട്ടൺ സ്വിച്ചാണ്. നമ്മൾ ഫിഗറിലൊക്കെ കാണാം, നമ്മൾ സാധാരണ മോട്ടറിൻ്റെയൊക്കെ വലിയ ഇൻഡസ്ട്രിയുടെ ഒക്കെ മോട്ടറിനകത്ത് കാണാറുണ്ട് പുഷ് ബട്ടൺ സ്വിച്ച്. അതായത് സിമ്പിൾ പുഷ് സ്വിച്ച് മെക്കാനിസം ഫോർ മേക്കിംഗ് ഓർ ബ്രേക്കിംഗ് ദ സർക്യൂട്ട് വെൻ റിക്വയർഡ്. നമുക്കൊരു സർക്യൂട്ട് ഓൺ ചെയ്യുക അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുക വേണ്ട സമയത്ത് നമ്മൾ ഒരു സിമ്പിളായിട്ട് അതിനെ പ്രസ് ചെയ്ത് അല്ലെങ്കിൽ പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യും. അതിൻ്റെ സ്വിച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയായിരിക്കും? മെറ്റീരിയൽ ഹാർഡ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. ചിലതിൻ്റെ മേലെ എന്തുണ്ടാവും? ഇൻഡിക്കേറ്റിംഗ് ലാമ്പ് ഈസ് ഇൻകോർപ്പറേറ്റഡ് വിത്ത് എ പുഷ് ബട്ടൺ സ്വിച്ച് ടു ഇൻഡിക്കേറ്റ് സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ്. സ്റ്റാർട്ടാണോ സ്റ്റോപ്പാണോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചിലതിൻ്റെ മേലെ പച്ച അല്ലെങ്കിൽ ചുവപ്പ് കളറ് ഇൻഡിക്കേറ്റിംഗ് ലാമ്പും കൂടെ അതിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റിംഗ് ലാമ്പ്. നമുക്കറിയാം
പാനൽ ബോർഡിൻ്റെ മേലെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഇവിടെ വെക്കും, മേലെ വെക്കും എന്ന് പറഞ്ഞു. അതായത് ലൈറ്റുകൾ ഓണോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ട് സപ്ലൈ വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഇൻഡിക്കേറ്റിംഗ് ലാമ്പ് യൂസ് ചെയ്യാറുണ്ട്. അതെന്ന് പറയുന്നത് ഒരു ലോ വോൾട്ടേജ് ലോ വാട്ടേജ് ഫിലമെൻ്റ് ആണ്. വോൾട്ടേജ് കുറവുള്ള വോൾട്ടേജ് കുറഞ്ഞ റേറ്റിംഗ് ഉള്ളതായിരിക്കും. അതുപോലെ വാട്ടേജ് റേറ്റിംഗും അതിന് കുറവായിരിക്കും. നിയോൺ ഓർ LED ലാമ്പ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ വേരിയസ് ഇൻഡിക്കേഷൻ ലൈക്ക് അവൈലബിലിറ്റി ഓഫ് സപ്ലൈ, മോട്ടോർ ഓൺ ഓഫ്, മെയിൻസ് ഓർ മോട്ടോർ ഫെയിൽസ് ഓർ ട്രിപ്പ് എക്സെട്ര. നമുക്ക് ഈ ഇൻഡിക്കേറ്റിംഗ് ലാമ്പ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു മോട്ടർ ഓൺ ആണോ ഓഫ് ആണോ, അല്ലെങ്കിൽ അതിനകത്ത് മെയിൻ സപ്ലൈ വരുന്നുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ അതിനകത്ത് ഒരു മോട്ടർ ഫെയിൽ ആയിട്ടുണ്ടോ അതോ ട്രിപ്പ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇൻഡിക്കേറ്റിംഗ് ലാമ്പ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. സാധാരണയായിട്ട് നിയോൺ അല്ലെങ്കിൽ LED ലാമ്പുകളാണ് അതിന് യൂസ് ചെയ്യാറുള്ളത്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് സൈസ്, കളർ ആൻഡ് വാട്ടേജ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിഫറെൻറ്റ് സൈസിൽ, ഡിഫറെൻറ്റ് കളറിൽ, ഡിഫറെൻറ്റ് വാട്ടേജിൽ അത് അവൈലബിൾ ആണ്. ജനറലി ഫിറ്റഡ് ഇൻ ദ ഫ്രണ്ട് സൈഡ് ഓഫ് ദ കൺട്രോൾ പാനൽ വിത്ത് സ്യൂട്ടബിൾ ഹോൾഡർ. സാധാരണഗതിയിൽ എന്ത് ചെയ്യുക, കൺട്രോൾ പാനലിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് വെക്കാറുള്ളത്, സ്യൂട്ടബിൾ ഹോൾഡറൊക്കെ ആയിട്ട് വെച്ചിട്ട്. അതിൻ്റെ ഇപ്പം നമുക്കൊരു കൺട്രോൾ പാനലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇൻഡിക്കേറ്റിംഗ് ലാമ്പ് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അറിയാം സപ്ലൈ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അതിനകത്ത് ഇൻഡിക്കേറ്റിംഗ് ലാമ്പ് കാണിക്കുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്താൽ മതി, കൺട്രോൾ പാനൽ തുറന്നിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ, മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ കൺട്രോളുകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, MCB. നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്താ, ഇറ്റ്സ് എൻ ഇലക്ട്രോമെക്കാനിക്കൽ പ്രൊട്ടക്റ്റീവ് ഡിവൈസ്. ഇതൊരു പ്രൊട്ടക്റ്റീവ് ഡിവൈസാണ്, ഇലക്ട്രോമെക്കാനിക്കലാണ്. അറിയാം, മിനിയേച്ചർ ഡിവൈസ് എന്തെങ്കിലും എക്സ്ട്രാ ലോഡ് എന്തെങ്കിലും വരുമ്പം നമ്മുടെ സർക്യൂട്ടിനെ ട്രിപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, MCB യൂസ് ചെയ്യാറുള്ളത്. ഇലക്ട്രോ മെക്കാനിക്കൽ പ്രൊട്ടക്റ്റീവ് ഡിവൈസ്. ഇലക്ട്രോ മെക്കാനിക്കൽ എന്ന് പറയുമ്പം ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസ്. മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് മൂവിങ് കോൺടാക്ട്സ് ഉണ്ടാവുമായിരിക്കും. അതിനെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുക, ഇലക്ട്രിക്കലി ആണ് അത് എന്ത് ചെയ്യുക, മൂവിങ് കോൺടാക്ട്സ് ഓപ്പറേറ്റ് ചെയ്യുക. പ്രൊട്ടക്ട്സ് ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഫ്രം ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓവർലോഡ്. എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡോ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് എക്സ്ട്രാ കറണ്ട്, ഓവർ കറണ്ട് എല്ലാം പാസ് ചെയ്യുമ്പം അതിനെ സർക്യൂട്ടിനെ അതിൻ്റെ എക്യുപ്മെൻറ്റ്സുമായിട്ട് ഐസൊലേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുക, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഓട്ടോമാറ്റിക്കലി ടേൺസ് ഓഫ് വെൻ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ് എക്സീഡ്സ് ദ മാക്സിമം അലവബിൾ ലിമിറ്റ്. അപ്പോൾ ഓരോ സർക്യൂട്ടിലേക്ക്, ഇപ്പോൾ നമ്മൾ സബ് സർക്യൂട്ടുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സബ് സർക്യൂട്ടിനകത്ത് അതിപ്പം പവർ സബ് സർക്യൂട്ട് ആയാലും ലൈറ്റിംഗ് ലോഡ് ആയാലും അതിനകത്ത് ഇത്ര അലവബിൾ ആയിട്ടുള്ള ലിമിറ്റ് എത്രയാണ്, മാക്സിമം ലിമിറ്റ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഈ MCBക്കകത്ത്. അപ്പോൾ ആ സെറ്റ് ചെയ്തതിൻ്റെ മേലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അത് ട്രിപ്പായി പോകും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി ട്രിപ്പായി പോകും. ഇനി നമുക്കത് ഓഫ് ചെയ്തിടണം എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ മാനുവലി അതിൻ്റെ ലീഡ് നമുക്ക് ഓഫ് ചെയ്ത് ഇടുകയും ചെയ്യാം. നെക്സ്റ്റ് ഫ്യൂസസ്. ഫ്യൂസ് എന്താണ്, ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസാണ്, കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ ലൈവ് വയർ ടു പ്രൊട്ടക്ട് ദ സർക്യൂട്ട് ഫ്രം ഷോർട്ട് സർക്യൂട്ട് ആൻഡ് എർത്ത് ഫോൾട്ട്. നമുക്കറിയാം ഫ്യൂസ് എവിടെയാണ് കണക്ട് ചെയ്യുക, ലൈൻ വയറിന് അല്ലെങ്കിൽ ലൈവ് ആയിട്ടുള്ള നമ്മുടെ ഫേസ് ലൈനിന് സീരീസ് ആയിട്ടാണ് ഫ്യൂസ് കണക്ട് ചെയ്യുക. അതായത് ആ ലൈനിലൂടെ എക്സ്ട്രാ കറണ്ട് അല്ലെങ്കിൽ ഓവർ കറണ്ട് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടോ എർത്ത് ഫോൾട്ടൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും ആ ഫ്യൂസ് ബേൺ ഔട്ടായി പോകും. അപ്പം എന്തായിരിക്കണം, ഫ്യൂസ് എപ്പോഴും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം, ലൈവ് വയറിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോണ്ടാക്ടേഴ്സ്. ഇലക്ട്രിക്കലി കൺട്രോൾഡ് ഡബിൾ ബ്രേക്ക് സ്വിച്ച് used for switching on or switching off the electrical circuit of high power load. ഹൈ പവർ ലോഡ് വരുന്ന ഇലക്ട്രിക് സർക്യൂട്ടുകളിൽ നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാനോ വേണ്ടി ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യുന്ന ഒരു ഡബിൾ ബ്രേക്ക് സ്വിച്ചാണ് ഏത്, കോണ്ടാക്ടേഴ്സ്. കോണ്ടാക്ടേഴ്സ് എന്ന് പറയുന്നത് ഹൈ പവർ ലോഡിലാണ് യൂസ് ചെയ്യുക. ഓർത്ത് വയ്ക്കുക, ഹൈ പവർ ലോഡിൽ കോണ്ടാക്ടേഴ്സ് യൂസ് ചെയ്യും. ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ സ്വിച്ച് ഓൺ ചെയ്യാനോ സ്വിച്ച് ഓഫ് ചെയ്യാനോ വേണ്ടി യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ഡബിൾ ബ്രേക്ക് സ്വിച്ചാണ് ഇത് കോണ്ടാക്ടേഴ്സ്. ഇറ്റ്സ് സിമിലർ ടു എ റിലേ വിത്ത് ഹൈ കറണ്ട് റേറ്റിംഗ്. ഹയർ കറണ്ട് റേറ്റിംഗ് ഉള്ള ഒരു റിലേക്ക് തുല്യമാണ് ഏത്, കോണ്ടാക്ടേഴ്സ്. തുല്യമല്ല, അതിന് സാമ്യമുള്ളതാണ് ഏത്, കോണ്ടാക്ടേഴ്സ്. കൺട്രോൾഡ് ബൈ എ സർക്യൂട്ട് വിച്ച് ഹാസ് എ മച്ച് ലോവർ പവർ ലെവൽ ദാൻ ദ സ്വിച്ച്ഡ് സർക്യൂട്ട്. ഈ നമ്മൾ പറഞ്ഞു കോണ്ടാക്ടേഴ്സ് കണക്ട് ചെയ്യുന്ന ഹയർ കറണ്ട് റേറ്റിംഗ് ഉള്ള അല്ലെങ്കിൽ ഹയർ ലോഡുള്ള ഒരു സർക്യൂട്ടിലേക്കാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നത്, കോണ്ടാക്ടേഴ്സ് കണക്ട് ചെയ്യുന്നത്. പക്ഷെ അത് വെച്ച് നോക്കുമ്പം അതിനേക്കാളും എത്രയോ പവർ ലെവൽ കുറവുള്ള ഒരു സർക്യൂട്ട് മതി എന്ത്, ഈ കോണ്ടാക്ടേഴ്സിനെ
കൺട്രോൾ ചെയ്യിക്കാൻ. അപ്പോൾ ഈ കോണ്ടാക്റ്റേഴ്സ് ആർ കൺട്രോൾഡ് ബൈ എ സർക്യൂട്ട് വിച്ച് ഹാസ് എ മച്ച് ലോവർ പവർ ലെവൽ. ലോവർ പവർ ലെവലുള്ള അല്ലെങ്കിൽ ലോ പവർ സിഗ്നൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോണ്ടാക്റ്റേഴ്സിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. ഹയർ കറണ്ട് റേറ്റിംഗ് ഉള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിന് അല്ലെങ്കിൽ ഒരു ഹയർ ലോഡിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യിക്കാൻ, ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന കോണ്ടാക്റ്ററിനെ ഓപ്പറേറ്റ് ചെയ്യാൻ എന്ത് ചെയ്ത് മതി? ലോവർ പവർ സിഗ്നൽ മാത്രമേ ആവശ്യമുള്ളൂ. ഇലക്ട്രോമെക്കാനിക്കൽ റിലേസും. ഇലക്ട്രോമെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെക്കാനിക്കൽ ഡിവൈസാണ്. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇലക്ട്രിക്കലിയാണ്. സോ ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് സ്വിച്ചസ് ആണ് ഏത്? ഇലക്ട്രോമെക്കാനിക്കൽ റിലേസ്. യൂസ്ഡ് ടു കൺട്രോൾ എ ഹൈ പവേർഡ് സർക്യൂട്ട് ആക്സസറീസ് യൂസിങ് ലോ പവർ സിഗ്നൽ. നേരത്തെ നമ്മൾ കോണ്ടാക്റ്റേഴ്സിനെ പറഞ്ഞ പോലെ തന്നെ ഹൈ പവേർഡ് സർക്യൂട്ട് ആക്സസറീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലോ പവർ സിഗ്നൽ വെച്ച് ഉപയോഗിക്കേണ്ട കേസ് വരുമ്പോൾ നമ്മൾ ഏത് യൂസ് ചെയ്യും? ഇലക്ട്രോമെക്കാനിക്കൽ റിലേസ് യൂസ് ചെയ്യും. When an electric current passed through its coil, it produces a magnetic field that activates the armature to make or break a connection. ഫിഗറിൽ കാണിച്ചിട്ടുള്ളതുപോലെ അതിനകത്ത് എന്തുണ്ടാവും? കോയിലൊക്കെ ഉണ്ടാവും. കോയിലൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ്? കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ കോയിലിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആർമേച്ചർ എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. അങ്ങനെ ആർമേച്ചറിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ മേക്ക് ചെയ്യുകയോ ചെയ്യും. അടുത്തതായിട്ട് പ്രൊട്ടക്റ്റീവ് ഒരു ഡിവൈസ് പറയുന്നത് തെർമൽ ഓവർലോഡ് റിലേസ് ആണ്. It is a thermally operated electromechanical device that protects motors from overheating and loading. തെർമലി ഓപ്പറേറ്റഡ് ആണ്. അപ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോഴായിരിക്കും ഈ ഇലക്ട്രോമെക്കാനിക്കൽ ഡിവൈസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുമായിരിക്കാം. അതായത് ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഒരു മെക്കാനിക്കൽ ഡിവൈസ് തന്നെയാണ് ഏത്? തെർമൽ ഓവർലോഡ് ഡിവൈസും. പക്ഷേ അവിടെ എന്താണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്? നമ്മൾ ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത്, മോട്ടറൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഹീറ്റിങ്ങോ ലോഡിങ്ങോ കൂടുതലായിട്ട് വരും. ഓവർ ഹീറ്റിങ്ങോ ഓവർ ലോഡിങ്ങോ വരുന്ന സമയത്ത് ടെമ്പറേച്ചർ റൈസ് ആവും. അങ്ങനെ ടെമ്പറേച്ചർ കൂടുകയോ കുറയുകയോ ചെയ്യുമ്പം അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇലക്ട്രോമെക്കാനിക്കൽ ഡിവൈസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തെർമലിൽ നമ്മൾ ഇത്ര ടെമ്പറേച്ചർ നമ്മൾ ആദ്യമേ ഫിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ ആ ടെമ്പറേച്ചറിനേക്കാളും കൂടുതൽ ഹീറ്റിംഗ് എക്യുപ്മെൻറ്റിൽ മോട്ടറിൽ വന്നു കഴിഞ്ഞാൽ തെർമലി ഓവർലോഡ് റിലേസ് നോർമലി ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പറേറ്റ് ആയിക്കോളും. നെക്സ്റ്റ് വൺ ടൈം ഡിലേ റിലേ. ടൈം ഡിലേ റിലേ ആയിരിക്കും നമ്മൾ നേരത്തെ തെർമലി ഓപ്പറേറ്റഡ് എന്ന് പറയുമ്പം ടെമ്പറേച്ചർ ആയിരുന്നു അവിടെ സെൻസ് ചെയ്തത്. ഇവിടെ ടൈം ഡിലേ എന്ന് പറയുമ്പം ടൈം ആയിരിക്കും ഇവിടെ സെൻസ് ചെയ്യുന്നത്. കൺട്രോൾ റിലേസ് ഇൻബിൽഡ് വിത്ത് എ ടൈം ഡിലേ മെക്കാനിസം ടു കൺട്രോൾ ദ സർക്യൂട്ട്. ഇതൊരു കൺട്രോൾ റിലേ ആണ്. അതിന് എന്തുണ്ട്? ഇൻബിൽട്ട് ആയിട്ടൊരു ടൈം ഡിലേ മെക്കാനിസം ഉണ്ട്. സർക്യൂട്ടുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈം ഡിലേ റിലേയും യൂസ് ചെയ്യുന്നത്. കോണ്ടാക്ട്സ് വിൽ ഓപ്പൺ ഓർ ക്ലോസ് ആഫ്റ്റർ പ്രീ ഡിറ്റർമൈൻഡ് ടൈം ഡിലേ either on energizing or de-energizing its no volt coil. അതായത് ഇതിനകത്ത് ഒരു ഇൻബിൽട്ടായിട്ട് ഒരു ടൈം ഡിലേ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ ഇത് എനർജൈസ് ചെയ്യേ അല്ലെങ്കിൽ ഡി-എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നോ വോൾട്ട് കോയിൽ എനർജൈസ് ഡി-എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രീ ഡിറ്റർമൈൻഡ് ചെയ്ത ഒരു ടൈം ഡിലേ കഴിഞ്ഞാൽ അത് നോർമലി ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ കോണ്ടാക്റ്റ് ഓപ്പൺ ക്ലോസ് ചെയ്യും. അതിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ടൈം ഡിലേ കഴിഞ്ഞാൽ അത് ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ടൈം ഡിലേ റിലേ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ടൈം ഡിലേ റിലേ അപ്പോൾ രണ്ട് രീതിയിലുണ്ടായിരിക്കും. ഓൺ ഡിലേ ടൈമറും ഉണ്ടാവും, ഓഫ് ഡിലേ ടൈമറും ഉണ്ടാവും. ഓൺ ചെയ്യുന്ന സമയത്ത് വരുന്ന ഡിലേ ടൈം കാരണം ഓപ്പറേറ്റ് ചെയ്യുന്നതും ഉണ്ടാവും. ഓഫ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഡിലേ കാരണം വർക്ക് ചെയ്യുന്ന ടൈമറും ഉണ്ടായിരിക്കും. സോ രണ്ടെണ്ണം ഉണ്ട്. രണ്ട് ടൈപ്പ് ടൈം ഡിലേ റിലേ ആണുള്ളത്. ഓൺ ഡിലേ ടൈമറും ഓഫ് ഡിലേ ടൈമറും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റെക്ടിഫയേഴ്സ്. അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു കൺട്രോൾ ഡിവൈസാണ് റെക്ടിഫയേഴ്സ്. റെക്ടിഫയേഴ്സ് ഏതാണ്? ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക് ഡിവൈസാണ് ഏത്? റെക്ടിഫയേഴ്സ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഇലക്ട്രിക്കൽ ഓപ്പറേറ്റഡ് ഡിവൈസ് ആയിരുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് ആയിരുന്നു. റെക്ടിഫയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? അത് മെക്കാനിക്കൽ ഡിവൈസ് അല്ല. ഇറ്റ്സ് എ സ്റ്റാറ്റിക് ഡിവൈസ് കൺസിസ്റ്റ് ഓഫ് വൺ ഓർ മോർ ഡയോഡ്സ്. ഒന്നോ അതിലധികമോ ഡയോഡുകളെ കണക്ട് ചെയ്തിട്ടുള്ളൊരു സ്റ്റാറ്റിക് ഡിവൈസാണ് ഏത്? റെക്ടിഫയേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് കൺവേർട്ട്സ് ദ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ടു ഡയറക്റ്റ് കറണ്ട്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നമ്മൾ AC കറണ്ടിനെ എന്താക്കി മാറ്റുന്ന ഡിവൈസാണ്? DC ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണ് ഏത്? റെക്ടിഫയേഴ്സ് എന്ന് പറയുന്നത്. അത് സ്റ്റാറ്റിക് ഡിവൈസാണ്, ഡൈനമിക് അല്ല. അതിന് ഒരു ഡയറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? എ ഡയോഡ് അലൗസ് ഇലക്ട്രിക്കൽ കറണ്ട്
ടു ഫ്ലോ ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. ഈ ഡയോഡുകൾ ആകെ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഇലക്ട്രിക് കറണ്ടിനെ പാസ് ചെയ്യുള്ളൂ. അതെന്താണ്? ആക്റ്റീവ് ഡിവൈസാണ്. ഡയോഡ് ഒരു ആക്റ്റീവ് ഡിവൈസാണ്, പാസീവ് ഡിവൈസ് അല്ല. നമ്മുടെ കോയിൽ റെസിസ്റ്റർ, കപ്പാസിറ്ററൊക്കെ എന്താ? പാസീവ് ഡിവൈസസ് ആണ്. അത് രണ്ട് സൈഡിലൂടെയും അതിന് ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യാൻ കഴിയും. പക്ഷേ ഡയോഡിന് അത് പറ്റില്ല. നിങ്ങൾക്കറിയാം, ഡയോഡിന് ഒരു പോസിറ്റീവ് ടെർമിനലും ഒരു നെഗറ്റീവ് ടെർമിനലും ഉണ്ടാവും. അത് ഫോർവേഡ് ബയസ്ഡ് ആകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കറണ്ടിനെ പാസ് ചെയ്യിക്കുള്ളൂ. ഇനി അടുത്തതായിട്ട് ലിമിറ്റ് സ്വിച്ചസ്. ലിമിറ്റ് സ്വിച്ചസ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ സ്വിച്ച് വിത്ത് ആൻ ആക്ച്വേറ്റർ വിച്ച് ഈസ് ഓപ്പറേറ്റഡ് ബൈ ദ മോഷൻ ഓഫ് എ മെഷീൻ പാർട്ട് ഓർ എ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു മെഷീൻ പാർട്ടിൻ്റെ മൂവ്മെൻറ്റിനെ സെൻസ് ചെയ്യുന്ന ഒരു ആക്ച്വേറ്റർ അതിനകത്ത് വെച്ചിട്ടുണ്ടാവും. അതൊരു പെർട്ടിക്കുലർ പൊസിഷനിൽ മൂവ് ചെയ്ത് അത് മോഷനെ അത് സെൻസ് ചെയ്തിട്ട് ആണ് എന്ത് ചെയ്യുക? ആ ആക്ച്വേറ്റർ സ്വിച്ചായിട്ട് ആക്ട് ചെയ്യണത്. വെൻ എൻ ഒബ്ജക്റ്റ് ഓർ പാർട്സ് കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദ ആക്ച്വേറ്റർ, ഇറ്റ് ഓപ്പറേറ്റ്സ് ദ കോണ്ടാക്ട്സ് ഓഫ് ദ സ്വിച്ച് ടു മേക്ക് ഓർ ബ്രേക്ക് ആൻ ഇലക്ട്രിക് കണക്ഷൻ. അതിപ്പോൾ ഒരു ആർമേച്ചർ അല്ലെങ്കിൽ ഒരു മോട്ടറിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടോ അല്ലെങ്കിൽ മെഷീൻ പാർട്ടുകൾ മൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ പാർട്സ് ആക്ച്വേറ്ററായിട്ട് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ, ലിമിറ്റ് സ്വിച്ചസിൻ്റെ ആക്ച്വേറ്ററായിട്ട് കോണ്ടാക്റ്റ് വന്നു കഴിയുമ്പം നോർമലി എന്തുണ്ടാവും? ഈ ആക്ച്വേറ്റർ സ്വിച്ചിൻ്റെ കോണ്ടാക്ട്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതെന്ത് ചെയ്യും? സ്വിച്ചിൻ്റെ കോണ്ടാക്ട്സിനെ ഓപ്പറേറ്റ് ചെയ്യും. അങ്ങനെ ആ സ്വിച്ച് എന്ത് ചെയ്യും? മേക്ക് ചെയ്യുകയോ ബ്രേക്ക് ചെയ്യുകയോ ചെയ്യും. ഇലക്ട്രിക് കണക്ഷനെ മേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇലക്ട്രിക് കണക്ഷനെ ബ്രേക്ക് ചെയ്ത് കളയുകയോ ചെയ്യും. മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മെഷീൻ്റെ പാർട്സ് ആക്ച്വേറ്ററായിട്ട് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ആക്ച്വേറ്റർ എന്ത് ചെയ്യും? സ്വിച്ചിൻ്റെ കോണ്ടാക്ട്സിനെ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഇലക്ട്രിക് കണക്ഷൻ മേക്ക് ചെയ്യുകയോ ബ്രേക്ക് ചെയ്യുകയോ ചെയ്യും. They are used to control the distance or angles of movement of any machine parts or axis or objects. ഈ ലിമിറ്റ് സ്വിച്ചസ് സാധാരണ എവിടെയാണ് യൂസ് ചെയ്യാറുള്ളത്? ഏതെങ്കിലും ഒരു മെഷീൻ പാർട്സിൻ്റെയോ അല്ലെങ്കിൽ ഒബ്ജക്ട്സിൻ്റെയോ ആക്സിസിൻ്റെയോ ഡിസ്റ്റൻസ് കണക്കാക്കാൻ വേണ്ടിയിട്ട്, അതായത് അത് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ ഒരു പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്യാൻ തുടങ്ങി മറ്റൊരു പൊസിഷനിലേക്ക് എത്തിക്കഴിയുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക? അതിൻ്റെ മെഷീൻ പാർട്സ് ആക്ച്വേറ്ററായിട്ട് കോണ്ടാക്റ്റ് വരിക. അപ്പോഴായിരിക്കും ചിലപ്പോൾ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ മേക്ക് ചെയ്യുക ചെയ്യുക. അതല്ലെങ്കിൽ അതിൻ്റെ ആംഗിൾ ഓഫ് മൂവ്മെൻറ്റ്, റൊട്ടേറ്റ് ചെയ്യുന്നൊരു മെഷീനാണെങ്കിൽ ഇത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യാം? ആക്ച്വേറ്ററായിട്ട് കണക്ഷൻ വരിക. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ സ്വിച്ചിൻ്റെ കോണ്ടാക്ട്സ് ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ആ മെഷീൻ്റെ പാർട്സ് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു അല്ലെങ്കിൽ എത്ര ആംഗിൾ മൂവ് ചെയ്തു എന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെ അല്ലെങ്കിൽ ആംഗിളിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക? ലിമിറ്റ് സ്വിച്ചസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇത്ര ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഇത്ര മൂവ്മെൻറ്റ് അത് കടന്നു കഴിഞ്ഞാൽ നോർമലി എന്ത് ചെയ്യും? ആ സിസ്റ്റം ബ്രേക്ക് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ അത് പിന്നീട് അങ്ങോട്ട് അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? മൂവ് ചെയ്യാൻ പറ്റില്ല. അടുത്തതായിട്ട് കൺട്രോൾ ട്രാൻസ്ഫോമർ. It is a transformer which is used to supply the power to the control or auxiliary circuit or equipment which does not intend for direct connection to the main supply. അതായത് മെയിൻ സപ്ലൈ ആയിട്ട് ഇപ്പോൾ ചില എക്യുപ്മെൻറ്റ്സിന് അല്ലെങ്കിൽ ചില എക്യുപ്മെൻറ്റിൻ്റെ കൺട്രോൾ സർക്യൂട്ട് അല്ലെങ്കിൽ ഓക്സിലറി സർക്യൂട്ടുകൾ, ചില എക്യുപ്മെൻറ്റ്സിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള കൺട്രോൾ സർക്യൂട്ട് അല്ലെങ്കിൽ ഓക്സിലറി സർക്യൂട്ടുകൾ മെയിൻ സപ്ലൈയുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ അതിലേക്ക് എന്ത് വേണം? അത് ഓപ്പറേറ്റ് ചെയ്യിക്കാൻ വേണ്ടി നമുക്കൊരു പവർ സപ്ലൈ കൊടുക്കുകയും വേണം. അപ്പോൾ ഡയറക്റ്റ് ഒരു കണക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഓക്സിലറി സർക്യൂട്ട് അല്ലെങ്കിൽ കൺട്രോൾ സർക്യൂട്ടും മെയിൻ സപ്ലൈയും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് കണക്ട് ചെയ്യുന്ന ട്രാൻസ്ഫോമറാണ് ഇത് കൺട്രോൾ ട്രാൻസ്ഫോമർ. അപ്പോൾ ഈ സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കൺട്രോൾ സർക്യൂട്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഓക്സിലറി സർക്യൂട്ടിന് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുക? കൺട്രോൾ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുക. അപ്പോൾ മെയിൻ സപ്ലൈയിൽ നിന്ന് കൺട്രോൾ ട്രാൻസ്ഫോമറിലേക്ക് സപ്ലൈ വരും. ആ സപ്ലൈ എന്ത് ചെയ്യും? ഈ കൺട്രോൾ സർക്യൂട്ടിലേക്ക് ഫീഡ് ചെയ്യും. എന്നാൽ കൺട്രോൾ സർക്യൂട്ട് മെയിൻ സപ്ലൈയുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് കണക്ഷൻ വരികയില്ല. അടുത്തതായിട്ട് പാനൽ മീറ്റർ അല്ലെങ്കിൽ പാനൽ മീറ്ററിൽ ഏതൊക്കെയാണ് വരിക? വോൾട്ട് മീറ്ററും അമ്മീറ്ററും. നമ്മൾ സാധാരണ പാനലിൽ വെക്കാറുള്ള മീറ്റേഴ്സ് വോൾട്ട് മീറ്ററും അമ്മീറ്ററും വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമ്മീറ്റർ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദേ ആർ ദ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് to measure the various electrical parameters of the circuit such as voltage and current അല്ലെങ്കിൽ വോൾട്ടേജ് പോലുള്ള ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഏതൊക്കെ? വോൾട്ട് മീറ്ററും അമ്മീറ്ററും ഒക്കെ അടങ്ങുന്ന പാനൽ മീറ്റർ എന്ന് പറയുന്നത്.